പുണ്യം നിറഞ്ഞ ദുൽഖഅദ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം അല്ലേ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ സൂഫിയാക്കൾ അവർ പതിവാക്കിയിരുന്ന ഒരത്ഭുത സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഇന്ന് മഗ്രിബിന് മുൻപ് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ പഠിക്കണം. 80 തവണ, 15 മിനിറ്റ് വേണ്ട കേട്ടോ 80 തവണ ചൊല്ലാനായിട്ട്. 80 തവണ ഹൃദയ സാന്നിധ്യത്തോടെ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ കേട്ടാൽ ഒരു വേള നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. കോടിക്കണക്കിന് രൂപ കടമുണ്ടോ അള്ള വീട്ടിത്തരും. ദാരിദ്ര്യം പമ്പ കടക്കും. മരിക്കണ സമയത്ത് ചിരിച്ച് കളിച്ചുല്ലസിച്ച് മനോഹരമായി മരിക്കാൻ പറ്റും. എല്ലാം കൊണ്ടും ജീവിതം മാറും. ഉറപ്പാണ്. എന്തിനാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയണത്? നമുക്കിന്ന് മഗ്രിബിന് മുൻപ് അതൊന്ന് ചൊല്ലണ്ടേ, വേണ്ടേ? അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പി അല്ലെല്ലാവരും? എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും സ്വബാഹുൽ ഖൈർ കൊണ്ട് ആ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഈ ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് കൊണ്ട് മാറാത്ത ഒരു വിഷമമില്ല. എന്ത് സങ്കടമാണെങ്കിലും പടച്ചോനത് മാറ്റിത്തരും. അത്ര അടിപൊളി കിടിലൻ സ്വലാത്താണ് നമ്മളിന്ന് പഠിക്കുന്നത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ തന്നെ സ്വലാത്തിൻ്റെ ദിവസമാണല്ലേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തുകൾ നേരിട്ട് കാണുന്ന നിമിഷം ഹബീബാൽ സന്തോഷിക്കപ്പെടുന്ന സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു മാറ്റി തീർക്കുമാറാകട്ടെ. വെള്ളിയാഴ്ചയുടെ അമലുകളൊക്കെ എല്ലാവരും കൃത്യമാക്കണം കേട്ടോ. കഹ്ഫ് മറക്കരുത്. നല്ല സുന്നത്താണെന്നുള്ള ബോധ്യത്തിൽ നഖം വെട്ടാൻ മറക്കരുത്. പലരും ഇന്നലെ തന്നെ കഹ്ഫ് ഓതിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. രാത്രി ഓതിയവരൊക്കെ ഉണ്ടല്ലോ. അതുപോലെ മനോഹരമായി വെള്ളിയാഴ്ചയുടെ കുളി മറക്കരുത്. സുഗന്ധം പൂശാൻ മറക്കരുത്. നല്ല വസ്ത്രം ധരിക്കാൻ മറക്കരുത്. ഏറ്റവും മർമ്മപ്രധാനം സ്വലാത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇന്ന് അസ്ർ നിസ്കാര ശേഷം നമ്മൾ നിർബന്ധമായിട്ടും ചൊല്ലേണ്ട ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരാൻ. സാധാരണ നമ്മൾ ചൊല്ലാത്തൊരു സ്വലാത്താണ്, ചെറിയ സ്വലാത്താണ്. ഇതിൻ്റെ മഹത്വം അറിഞ്ഞാൽ ലൈഫ് കളറാവും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്വലാത്ത് കൊണ്ടുള്ള ഏറ്റവും വലിയ മനോഹരമായൊരു പ്രതിഫലം എന്ന് പറയുന്നത് പടച്ചോനുമായിട്ടൊരു അടുത്ത ബന്ധം കിട്ടും അല്ലേ. അല്ലാഹയെ മാത്രം, നമ്മുടെ വരികൾ ഓർക്കുന്നുണ്ടോ? അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലാഹയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ളാനെ കിട്ടാൻ ഒരേ ഒരു വഴി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളോടുള്ള മഹബത്ത് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ പടച്ചോനായിട്ട് നിങ്ങൾക്കൊരു ബന്ധം കിട്ടും. മഹത്തുക്കൾ പറയുന്നത് കാണാം, ഈ സ്വലാത്ത് 80 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 80 കൊല്ലത്തെ പാപങ്ങളല്ല പുറത്തുതരും. യാ റബ്ബി, 80 തവണ ചൊല്ലിയാൽ 80 വർഷത്തെ പാപങ്ങളല്ല പൊറുക്കാൻ മാത്രം. ആഹാ, അടിപൊളി സ്വലാത്ത്. എടാ, നിങ്ങൾക്ക് മനസ്സിലായോ? 80 കൊല്ലം ചിലപ്പോൾ നമ്മൾ ജീവിക്കുമെന്നുള്ള ഉറപ്പുണ്ടോ? അത്രയും കൊല്ലം നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പോലും കരിച്ചു കളയാൻ, ചെറിയ പാപങ്ങൾ മുഴുവൻ കരിച്ചു കളയാൻ ഈ സ്വലാത്ത് 80 തവണ ചൊല്ലിയാൽ മതി. മാത്രമല്ല 80 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. 80 കൊല്ലം വേറൊരു വഴിക്കും പോകാതെ പടച്ചോനിങ്ങനെ ഇബാദത്ത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണ പ്രതിഫലം 80 തവണ ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ കിട്ടും. അത് വെള്ളിയാഴ്ച അസ്റിന് ശേഷം. സുബ്ഹാനക യാ റബ്ബ്. ഇമാം സഖാവി, ഇമാം ഗസ്സാലി, ഇമാം യൂസഫ് നബഹാനി ഇവരൊക്കെ കൃത്യമായി ഇത് വിശദീകരിക്കുന്നുണ്ട്. നബഹാനി ഇമാമൊക്കെ പറയുന്നുണ്ട് നമുക്ക് ആത്മീയമായ ഉന്നതി കിട്ടുമെന്നാണ്. ചിലർ പറയാറുണ്ട്, ഉസ്താദേ
ഒരു ഏകാഗ്രത നിസ്കാരത്തിൽ കിട്ടണില്ല, മനസ്സിൽ പടച്ചോനെ കിട്ടണില്ല, തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റണില്ല. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം അസുർ കഴിഞ്ഞിട്ട് മഗ്‌രിബിന് മുമ്പായി 80 തവണ നിങ്ങൾ ചൊല്ലിക്കോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ കൊതിയുണ്ടോ? അങ്ങനെയല്ലേ, പ്രണയിക്കുന്നവരെ കാണാൻ കാമുകന് കാമുകിക്ക് വല്ലാത്ത കൊതിയായിരിക്കും. എൻ്റെ മുത്തിനെ കാണാത്ത കണ്ണെന്തിനാ, എൻ്റെ മുത്തിനെ കേൾക്കാത്ത കാതെന്തിനാ? ഹബീബായ തങ്ങളെ കാണണം. ആ കൊതിയോടുകൂടെ ഈ സ്വലാത്ത് ചൊല്ലിക്കോ. മുത്തുനബിയുമായി വല്ലാത്തൊരു ബന്ധം നമുക്കുണ്ടാകും. ഏറ്റവും മർമ്മപ്രധാനം എന്ന് പറയുന്നത് ആത്മീയമായ പുരോഗതി തന്നെയാണ്, ഇല്ലേ? ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു ലദുന്നിയായ ഇൽമ് നമ്മുടെ കൽബിലിട്ട് തരും. പടച്ചോനിൽ നിന്ന് ചില ഇൽമുകളൊക്കെ കിട്ടും. ചില ആയത്തുകളൊക്കെ നമ്മൾ ഖുർആനിൽ നിന്ന് ഓതുമ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത പടച്ചോനുമായി ബന്ധപ്പെടുന്ന ചില ആയത്തുകളുടെ ആശയമൊക്കെ നമ്മുടെ കൽബിലിട്ട് തരും. പടച്ചോനിങ്ങനെ തോന്നിപ്പിക്കുന്നത് പോലെ വല്ലാത്തൊരു അനുഭൂതി നമുക്ക് കിട്ടും. ലദുന്നിയായൊരു സുഖം കിട്ടാൻ മനസ്സറിഞ്ഞ് അള്ളാഹിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് ഈ സ്വലാത്ത് 80 തവണകൾ ചൊല്ലുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള അടുപ്പം കിട്ടും, ഇല്ലേ? الشفاعة هب لنا في القيامة مشفقا واهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. നാളെ മഹ്ശറിൽ മുത്തുനബിയുടെ അടുക്കൽ നിൽക്കാൻ, മുത്തുനബിയെ കണ്ടു നിൽക്കാൻ, ആ പരിശുദ്ധ മുഖം നോക്കി ആസ്വദിക്കാൻ ഈ സ്വലാത്ത് മറക്കരുതേ. അവർക്കതിനുള്ള ഭാഗ്യം കിട്ടുമെന്നാണ്, അല്ലേ? എന്താ വേണ്ടത് റബിയ? എന്താ വേണ്ടത്? മുത്തുനബി ചോദിക്കണം, എന്ത് വേണം നബിയെ? എനിക്ക് അങ്ങയെ നോക്കിയിരിക്കണം സ്വർഗത്തിൽ. നൂറ് മുഹമ്മദ് ആസ്വദിക്കണം. നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്, ആ നൂറിൽ ലയിക്കണം. ആ നൂറിൽ ലയിക്കാൻ ഈ സ്വലാത്ത് ഇന്ന് അസർ കഴിഞ്ഞിട്ട് നിങ്ങൾ 80 തവണ ചൊല്ലിക്കോ. പലരും പരാതി പറയുന്നുണ്ട്, ഉസ്താദെ കുട്ടിക്ക് ബുദ്ധി ഒരു ഉഷാറാകണില്ല, ഓർമ്മശക്തിയില്ല. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിച്ച് കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ സ്വലാത്താണ് നമ്മൾ ചൊല്ലിയിട്ട് കുഞ്ഞുങ്ങളുടെ ശിരസിൽ മന്ത്രിച്ചു കൊടുക്കുക. നമുക്കും ബുദ്ധി ഉണ്ടാകാൻ, നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ. അതുപോലെ ഖബറിൽ ചെന്ന് നമ്മൾ കിടക്കണ്ടേ. ഈ രാത്രി സമയത്തൊക്കെ ഖബർസ്ഥാനിലൂടെ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, മുകളിൽ കൂടെ. അപ്പോൾ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും യാ റബ്ബി? ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും? മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ കിടക്കുക. ഭീകരരൂപികളായ മലക്കുകൾ വരും. സുബ്ഹാനല്ലാഹ്. പാമ്പുകൾ, ചേളുകൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഖബർ. ആ ഖബറിൽ നമ്മുടെ ചോദ്യം എളുപ്പമാക്കാൻ, ആ ഖബറിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകമായ പ്രകാശം തരാൻ സുബ്ഹാനക യാ റബ്ബ്, ഈ സ്വലാത്ത് മതി എന്നാണ്. സുബ്ഹാനല്ലാഹ്. മറ്റൊരു സങ്കടമാണ് ഉസ്താദെ, ദാരിദ്ര്യമാണ്. ജനിച്ചപ്പോൾ മുതൽ ദാരിദ്ര്യമാണ്, സമാധാനമില്ല. ഏറ്റവും വലിയ സമ്പന്നത എന്ന് പറയുന്നത് സമാധാനമാണ്, അല്ലേ? ആ ദാരിദ്ര്യം പടച്ചോന് പാടെ നീക്കിക്കളയാൻ എല്ലാ വെള്ളിയാഴ്ചയും മഗ്‌രിബിന് മുൻപായി അസറിന് ശേഷമായിക്കൊണ്ട് ഈ സ്വലാത്ത് 80 തവണ നിങ്ങൾ ചൊല്ലിക്കോളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി അതിൻ്റെ സ്വലാത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. മരണസമയത്ത് സുഖമായിട്ട് മരിക്കാൻ പറ്റും. അസ്രായിൽ ഇതെവിടെ ഇരുന്ന് ഇത്ര നേരമായി മനുഷ്യൻ കാത്തിക്കണത്, അല്ലേ? ചിരിച്ചുകൊണ്ട് മരിക്കാം. ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം, ഇവിടെ ഈ ദുനിയാവിലെനിക്കതു ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? എനിക്ക് ആ പാട്ട് വന്നിട്ട് പാടാൻ അറിയാൻ പാടില്ല, അതിൻ്റെ ട്യൂണ് പഠിച്ചിട്ടില്ല. ഭ്രാന്തായാലും ഏതാണ് ഭ്രാന്ത്? അള്ളാഹുവിലും റസൂലിലും ലയിക്കുന്നൊരു ഭ്രാന്ത്, ഇഷ്കുള്ളൊരു ഭ്രാന്ത്. ആ ഇഷ്കുള്ള മനസ്സോടുകൂടെ മുത്തുനബിയെ കാണണം എന്നുള്ള കൊതിയോടുകൂടെ ഈ സ്വലാത്ത് ചൊല്ലിക്കും. അവരുടെ ജീവിതം മാറും. മരിക്കാൻ നേരത്ത് ഇസ്രായേൽ എവിടെയിരുന്ന് വേഗം വാ, റൂഹ് പിടിച്ചോ, കാരണം എനിക്കെൻ്റെ റബ്ബിനെ കാണണം, എനിക്കെൻ്റെ ഹബീബിൻ്റെ നൂറ് മുഹമ്മദിൽ ലയിക്കണം, അതിന് ഞാൻ മരിക്കണം, എന്നെ കൊണ്ടുപോയിക്കോ, ഞാൻ റെഡിയാണ്. ഇതാണ് ഈ സ്വലാത്ത്. മരണം നന്നാക്കി തരും. സുബ്ഹാനല്ലാഹ്. മറ്റൊന്ന്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ കിട്ടും. അള്ളാഹിൻ്റെ മുമ്പിൽ മുത്തുനബി നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുണ്ടെങ്കിൽ ഉമ്മ തിരിഞ്ഞു നോക്കൂല്ല കേട്ടോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഉമ്മയും ബാപ്പയും സഹോദരങ്ങളും കൂടപ്പിറപ്പുകളും കൂട്ടുകാരും കെട്ടിയോളും പിള്ളേരും ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. ഉമ്മച്ചി ഞാനുണ്ട്. ആരാ പറയണേ? സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മറ്റമ്പിയാക്കളൊക്കെ പറയണം എന്താ? നഫ്സി 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 നഫ്സിയ. ലോകത്തിൻ്റെ നേതാവ് പറയുന്നതോ ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ. എല്ലാ നബിമാരും പറയണത് എൻ്റെ നഫ്സേ എൻ്റെ നഫ്സേ എന്നാണ്. മുത്തുനബി മാത്രം ഉമ്മത്തി, എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ അടുക്കൽ അവിടുത്തെ ശുപാർശ കിട്ടാൻ ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ അസറിന് ശേഷം 80 തവണ ചൊല്ലിക്കോ. ഹൃദയം സംസ്കരിക്കപ്പെടും എന്നാണ് മറ്റൊരു പ്രത്യേകത. ഹൃദയം ഹറാമുകളുടെ കൂമ്പാരമായ ഹൃദയം. എവിടെ നൂറ് എവിടെയായി ഹൃദയത്തിൽ? ആ ഹൃദയം അള്ളാഹു കഴുകി ശുദ്ധിയാക്കാൻ ഈ സ്വലാത്ത് ധാരാളം ചൊല്ലുക. അതുപോലെ അനാവശ്യ ചിന്തകൾ, എപ്പോഴും ഹറാമായ ചിന്തകൾ, വ്യഭിചാരത്തിൻ്റെ ചിന്തകൾ, മോശം ചിന്തകൾ, തോന്നിയവാസങ്ങൾ, ഭാര്യ ഭർത്താവുമായി ജീവിക്കുമ്പോഴും ആ ബന്ധത്തിൽ സത്യസന്ധത പുലർത്താത്ത ഹറാമായ തോന്നലുകൾ 80 തവണ വെള്ളിയാഴ്ച ദിവസം അസറിന് ശേഷം ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കിക്കോ. വെള്ളിയാഴ്ച മതി, ഡെയിലി പതിവാക്കാൻ പറ്റിയ വേറെ ലൈഫ് തന്നെ മാറും കേട്ടോ. വെള്ളിയാഴ്ചയെങ്കിലും 80 തവണങ്ങൾ ചൊല്ലിക്കോ. ഇത് സൂഫിയാക്കൾ പതിവാക്കിയിരുന്നതാണ്. കൽബ് മാറും, അനാവശ്യ ചിന്തകളിൽ നിന്ന് മാറ്റം ലഭിക്കും. മറ്റൊന്ന് തഖ്വ, അള്ളാഹിനോടുള്ള മഹബത്ത്. ഇതൊക്കെ കിട്ടാൻ ഈ സ്വലാത്ത് ധാരാളം. കാരണം മുത്തുനബിയാണ് നമ്മുടെ വസീല. മുത്തുനബിയിലൂടെയല്ലാതെ അള്ളാഹുവിനെ ദർശിക്കാൻ കഴിയില്ല. മുത്തില്ലാതെ, ഹബീബായ ചങ്ങളില്ലാതെ അള്ളാഹ് നമുക്ക് കിട്ടൂലല്ലോ. അതുകൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുക. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആത്മീയമായ പ്രകാശം കിട്ടും. ആത്മീയമായ ഒരു പ്രകാശം എല്ലായിടത്തും പടച്ചവൻ്റെ ഭാഗത്തു നിന്നൊരു സഹായം നമുക്ക് കിട്ടും. അതുപോലെ ദുആക്കുത്തരം ഉറപ്പാണ്. ദ്വാരക്കണ സമയത്ത് എന്ത് ചെയ്യണം? ഈ സ്വലാത്ത് അസറിന് ശേഷം 80 തവണ ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞങ്ങ് ദ്വാരുന്നു. എന്ത് ദ്വായും അള്ളാഹു കബൂലാക്കും. എല്ലാത്തിലുപരി പടച്ചവൻ്റെ കാരുണ്യം കിട്ടും. അള്ളാൻ്റെ കാരുണ്യം, റഹ്മാൻ റഹീമായ റബ്ബിൻ്റെ കാരുണ്യം കിട്ടാൻ ഇന്ന് നിങ്ങൾ 80 തവണ ഈ സ്വലാത്ത് ചൊല്ലിക്കോ. അതുപോലെ കോടാനുകൂടി കടമുണ്ടെങ്കിലും അള്ളാഹു കടം വീട്ടിത്തരും. ഇനി വെറുതെ ഇത് ചൊല്ലിയാൽ പോരെ, എങ്ങനെ ചൊല്ലണം? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹുദൂറുൽ ഖൽബോടുകൂടെ ചൊല്ലണം. ഹുദൂറുൽ ഖൽബ്, ഖൽബിൽ അള്ളയും മുത്തുനബി അല്ലാതെ വേറെ ഒന്നും പാടില്ല. മുത്തുനബിയോടുള്ള മഹബത്ത് നിറഞ്ഞു നിൽക്കണം. നമ്മുടെ ഖൽബിൽ പൈസ അല്ലേ, ദുനിയാവും കാര്യങ്ങളൊക്കെ കിടക്കണേ. ആ ദുനിയാവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരു അമലും സ്വീകരിക്കൂല. ഈ വെള്ളിയാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അമൽ എന്താണെന്നറിയോ? പടച്ചോൻ്റെ മുമ്പിൽ സമ്മതിക്കലാണ്. പടച്ചോനെ, എനിക്ക് നീയാണ് വലുതല്ല, നീയാണ് വലുത്, പൈസയൊന്നുമല്ല അല്ല. നമ്മുടെ ഈ കാണുന്ന റിലീഫ് പദ്ധതിയിലേക്ക് എത്ര പാവപ്പെട്ട മനുഷ്യരാന്നേ. അതിൽ ആലിമീങ്ങളോ അല്ലാത്തവരൊക്കെ ഇല്ലേ? പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ, കടം കൊണ്ട് വലയുന്നവർ, വല്ലാതെ ബുദ്ധിമുട്ടുന്നവർ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതമാകെ ബുദ്ധിമുട്ടിലായ ആളുകളടക്കം പല ആളുകൾക്കും നമ്മൾ സഹായങ്ങൾ നൽകുന്നുണ്ട്. അൽഹംദുലില്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് ഏറ്റവും ചുരുങ്ങിയതൊരു 313 രൂപയെങ്കിലും കയ്യിലുള്ളവർ മതി, അല്ലാത്തവർ വേണ്ട. ഒരു 313 രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്. ഉസ്താദ് ഞങ്ങൾക്ക് 3313 അയക്കാൻ പറ്റും. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അൽഹംദുലില്ലാ. ഒരു 313 ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് അയക്കാൻ നിങ്ങൾക്ക് പറ്റൂലേ? 2 നമ്പറുണ്ട്. അതിൽ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്കാനർ സൈഡിലുണ്ട്, QR കോഡുണ്ട്, സ്കാൻ ചെയ്യാം. എങ്ങനെയാണെങ്കിലും കഴിയുന്നത് പോലെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 313 ഈ വെള്ളിയാഴ്ചയുടെ ഒരു ഫലം കിട്ടണം. റബ്ബേ, എനിക്ക് വലുത് നീയാണല്ല, സമ്പത്തൊന്നും അല്ല പടച്ചോനെ എന്നൊരു ബോധ്യം, അള്ളാൻ്റെ മുമ്പിലൊരു സമ്മതം. എന്നിട്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞു നോക്കിയേ, ലൈഫ് മാറും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആ ബോധ്യത്തോടു കൂടെ ഇന്ന് അസറിന് ശേഷം ഒരു 80 തവണ ഈ സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലിക്കൂടെ? ചൊല്ലേണ്ടത് എങ്ങനെയാണ്? വെള്ളിയാഴ്ച ദിവസം അസർ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുത്തം അവിടെ ഇരിക്കുക. അപ്പോൾ നിസ്കാരം ഇല്ലാത്തവരെന്ത് ചെയ്യണം? സാരമില്ല, ഖിബിലക്ക് അഭിമുഖമായിട്ടിരിക്കുക. നിസ്കാരം ഉണ്ടെങ്കിൽ ഏറ്റവും ഹൈർ നിസ്കരിച്ചിട്ട് ആ ഇരുത്തം അവിടെ തന്നെ ഇരുന്ന് ദുആയിന് മുമ്പ് 80 തവണ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. അള്ളാഹു എന്ത് പ്രയാസമാണെങ്കിലും മാറ്റിത്തരും. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഏതാണ് ആ സ്വലാത്ത് നോക്കിയേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസല്ലിം തസ്ലീമാ. എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസല്ലിം തസ്ലീമാ. ചെറിയ സ്വലാത്ത് ഒന്നുകൂടെ ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസല്ലിം തസ്ലീമാ. 80 തവണ ചൊല്ലാൻ 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് വേണ്ട. പക്ഷേ ഹുദൂറുൽ ഖൽബിൻ്റെ സാന്നിധ്യം വേണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഫിസ്മോളുടെ ചാനലിൽ പുതിയ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, പലരും കണ്ടിട്ടില്ല. കണ്ണേറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളിലടക്കം നമ്മുടെ മക്കൾക്ക് കണ്ണേറ് ബാധിച്ചാൽ 10-15 അടയാളങ്ങളുണ്ടാവും.
ആ അടയാളങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആ അടയാളങ്ങൾ നോക്കുക, എന്നിട്ട് അതിൻ്റെ ചികിത്സ എന്താണ് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയ വഴിയൊക്കെ ഫിസുമോളോടൊപ്പം പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും കാണുക. ജീവിതത്തിൽ നാമുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഇതും അതും ഒക്കെ എല്ലാവരും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? സയ്യിദത്തുന ആയിഷ അല്ലേ റളിയല്ലാഹു അൻഹ. ഇന്നത്തെ സിമ്പിളായ ചോദ്യം. ആയിഷ ബീവിയെ നമ്മൾ പഠിച്ചതാണ്, എന്നാലും ഒരു ഓർമ്മയൊക്കെ ഉണ്ടാവട്ടെ. ഇത് കേൾക്കുന്ന ഭർത്താക്കന്മാർക്കും അതൊക്കെ ഓർമ്മ വരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ വിളിച്ച ഓമനപ്പേര് എന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സംസ്ഥാനത്ത് പാമ്പ് കടി ഭീതി വല്ലാതെ വരുന്നുണ്ടല്ലേ? കുഞ്ഞു മക്കളെ അതുപോലെ ഒരു സഹോദരിയൊക്കെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. അള്ളാഹു അതിൽ മരണപ്പെട്ടവരാണ്. അള്ളാഹു വലിയ പദവി നൽകി അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അള്ളാഹു നൽകട്ടെ. നമ്മൾ സൂക്ഷിക്കുക, പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കുക. നല്ല ചൂടുള്ള സമയമാണ്, അപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പാമ്പുകളൊക്കെ പല മാളങ്ങളും പല പൊത്തുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന സമയമാണ്. വളരെയധികം വൃത്തിയോടുകൂടെ എല്ലാം ശ്രദ്ധിക്കുക. എന്നിട്ട് അള്ളാഹിനോട് കാവൽ തേടുക കേട്ടോ. റിഫായ് ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ പേരിൽ എപ്പോഴും ഒരു ഫാത്തിഹ നമ്മുടെ വീട്ടിൽ ഓതുക. എല്ലാ പാമ്പുകളിൽ നിന്നൊക്കെ ഉപദ്രവങ്ങളുടെ അശറുകളിൽ നിന്നൊക്കെ കാവലാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹദിയ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇതിൻ്റെ മിസിൽ സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണയല്ല. അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണയല്ല. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണയല്ല. നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഞങ്ങളെ നന്നാക്കണയല്ല. ഖൽബൊന്നു തുറന്നു തരണയല്ല. നിന്നെ ദർശിക്കാൻ, നിന്നെ ആസ്വദിക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല. മുത്തായ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണയല്ല. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ പൊന്നുമക്കളെ ഇണകളെ നീ നന്നാക്കണയല്ല. സ്വാലിഹീങ്ങളും ആബിദീങ്ങളുമാക്കണയല്ല. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല. പരിശുദ്ധ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടല്ല ശൈത്വാനിയത്തിൽ നിന്നും കാവലേകണയല്ല. കണ്ണേറുകൾ സിഹറുകൾ ബാത്തുലാക്കണയല്ല. യാ റബ്ബനാ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പ്രവാസികളുണ്ട്, അഭിവൃദ്ധി നൽകണയല്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, വിജയം നൽകണയല്ല. ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ തൊഴിൽ നൽകണയല്ല. യാ റബ്ബനാ, വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണയല്ല. സന്താനങ്ങളില്ലാതെ പൊട്ടിക്കരയുന്നവരുണ്ട്, അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണയല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഈ റിലീഫ് പദ്ധതിയിലൂടെ പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയിട്ട് കയ്യിലില്ലാതിരുന്നിട്ട് പോലും ഹദിയ ചെയ്തവരുണ്ട്. യാ റബ്ബനാ, അവരെ നീ പ്രയാസത്തിലാക്കല്ലയല്ല. ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയല്ലേ അല്ല. നീ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله.